ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൽ 18-ാം ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹമുള്ള അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത ചിന്താവിഷയം സ്ട്രെങ്ത് ഇൻ വീക്ക്നെസ്, ദുർബലതകളിലെ ശക്തി എന്നതാണ്. അതിനാധാരമായി 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വാക്യം തിരഞ്ഞെടുക്കുന്നു. My grace is sufficient for you, for my power is made perfect in weakness. Therefore I will boast all more gladly of my weaknesses, so that the power of Christ may rest upon me. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നാം ആഴമായി ധ്യാനിക്കുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അവൻ കടന്നുപോയ ചില മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചും ചില ദർശന പാരവശ്യതകളെക്കുറിച്ചും പറയാതെ നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തുവാനായി സാധ്യമല്ല. 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് തന്നെക്കുറിച്ച് തന്നെയുള്ളൊരു വിലയിരുത്തലായിട്ടൊരുങ്ങുകയാണ്. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുക. കാരണം താൻ അത്രത്തോളം ദൈവിക ദർശനങ്ങളെ, പാരവശ്യതകളെയൊക്കെയും നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം അനുഭവങ്ങളെ എനിക്ക് വിവരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാനത് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പറയുന്നത് തെറ്റിദ്ധരിക്കാൻ വളരെ സാധ്യതയുണ്ടെന്നുള്ള മുൻവിധിയോടുകൂടി തന്നെയാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. അവൻ കാണുന്നൊരു ദർശനത്തെക്കുറിച്ച് പൗലോസ് മനോഹരമായി 12-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ എന്നും ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെ എന്നും ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെ, ശരീരം കൂടാതെ ഒന്നും ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ച് എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. തന്നെക്കുറിച്ച് തന്നെയുള്ള വിവരണമായിട്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇതിനെ വിവരിക്കുന്നത്. പൊതുവെ ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറയുന്നു എന്ന് നമുക്ക് തോന്നിയാലും തന്നെക്കുറിച്ച് തന്നെ പറയുന്നു എന്ന് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകും. ഇവിടെ കാണുന്നത് 3-ാം സ്വർഗത്തോളം എത്തി എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊരു വിശ്വാസത്തെ കൂടെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. 3 സ്വർഗങ്ങളെന്ന് അവകാശപ്പെടുന്ന വാദത്തിന് പിന്നിൽ 1-ാം സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് നീലാകാശത്തെക്കുറിച്ചാണ്. 2-ാമത്തെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് നക്ഷത്രങ്ങളുള്ള ആകാശത്തിലെ ഇടം എന്നതിനെക്കുറിച്ചാണ്. 3-ാമത്തേതാണ് ദൈവം വസിക്കുന്ന 3-ാം സ്വർഗം എന്ന തലത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ജീവിതത്തിലെ തൻ്റെ ദർശന പാരവശ്യതകളുടെ 14-ാമത്തെ വർഷത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയും. ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ ദർശനങ്ങളെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ഇടയിലാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ ഇടയിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഇടത്താണ് പൗലോസ് താൻ 14 വർഷം മുമ്പ് കണ്ട ആ ഒരു ദർശന പാരവശ്യതയെക്കുറിച്ച് പറയാൻ പോലും ധൈര്യപ്പെടാതിരിക്കുന്നൊരു സാഹചര്യത്തെ നമ്മളിവിടെ കാണുന്നത്. കാരണം ഇത് എന്ന് പറയാം, അവൻ അറിഞ്ഞത് മനുഷ്യന് ഉച്ചരിപ്പാൻ പാടുന്ന പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടുന്നു. അത് അവൻ്റെ വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം അവിടെ നമ്മൾ കാണുകയാണ്. ഈ ദർശനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലന് ഈ ദർശനങ്ങൾ കൊടുക്കാനുള്ള ഒരു കാരണം അത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഈ ദർശനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ നടക്കുന്ന വസ്തുതകളെക്കുറിച്ച് അറിയുവാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ ദർശനം ലഭിക്കുന്നത്. 2, ശുശ്രൂഷയുടെ പരീക്ഷണഘട്ടങ്ങളിൽ എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുന്നതെന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നതും തൻ്റെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ദർശനം അവന് ലഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് ഇങ്ങനെ താനായിരിക്കുന്ന അവസ്ഥയിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിൻ്റെ ശരീരത്തിലൊരു ശൂലം
പോലെ ഒരു മുള്ള് അവൻ്റെ ഉള്ളിലുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷിക്കുക. ശരിക്കും സെപ്റ്റുജൻ്റിൽ പറയുന്ന മുള്ളിനെക്കുറിച്ച് പറയുന്നത് പീഡിതരുടെ ജീവിതത്തിൽ നിരാശയും പ്രശ്നവും ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പൊതുവേ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്ന വില്യം റാംസെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഒരു തരത്തിലുള്ള മലേറിയയാണ് അദ്ദേഹത്തെ ബാധിച്ചത് എന്ന്. കാരണം ഒരു കഠിനമായ തലവേദന എൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതോടൊപ്പം തങ്ങളോട് തന്നെ ഒരു ദേഷ്യവും ഈർഷ്യയും അമർഷവും ഒക്കെ രൂപപ്പെടുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് ഈ മലേറിയ എന്ന് പറയും. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയത്. അത്തരം അവസ്ഥയിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ അതിനെ തനിക്ക് നിഗളിക്കാതിരിക്കാനായി താൻ ആർജിച്ച ഈ ദർശന പാരവശ്യതകൾ താൻ നിഗളിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവമുമ്പാകെ വിനീതനായി നിൽക്കുവാനും അവനെ പരിശീലിപ്പിക്കുന്ന ഒന്നായിട്ടാണ് അവനതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് നമുക്ക് വേണമെങ്കിൽ ഒരു മസോക്കിസ്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ എന്താണ് മസോക്കിസ്റ്റ് എന്ന് ചോദിച്ചാൽ, നിറഞ്ഞൊഴുകുന്ന വേദനയിലും ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമ്മൾ കാണുകയാണ്. ഇന്ന് ഈ വർത്തമാന കാലത്തിൽ ശരീരത്തിൽ ഏതെങ്കിലും രോഗത്തിന് ക്ഷീണതകളോ മറ്റ് പ്രയാസങ്ങളോ നേരിടും മനുഷ്യൻ വളരെയധികം നിരാശനായി പോകാറുണ്ട്. പക്ഷെ പൗലോസ് തന്നെ മനോഹരമായി വ്യാഖ്യാനിക്കുന്ന സ്വയം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങളിലോ നമുക്ക് ലഭിക്കുന്ന മറ്റു സാധ്യതകളിലോ നമ്മൾ മതിമറന്നു പോകാതിരിക്കാനായിട്ട് എൻ്റെ ശരീരത്തിൽ ഈ മുള്ള് ഞാൻ വഹിക്കുന്നു എന്ന്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിശാലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായി മനുഷ്യരായി നിലനിൽക്കുവാനായിട്ട് സാധ്യമാകും. ഇവിടെ അതിനൊരു ഉത്തരമായി ലഭിക്കുന്ന ഇങ്ങനെയാണ്: മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അത് നമുക്ക് ലഭിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. പൗലോസ് പറയുകയാണ്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കൃപ എൻ്റെ മേലുണ്ട് എന്ന്. ഞാനായിരിക്കുന്ന ഈ വിഷമാവസ്ഥയെ, ഞാനായിരിക്കുന്ന ഈ ദുർബലാവസ്ഥയെ തരണം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ എനിക്കൊപ്പമുണ്ട്. ഞാൻ ഒരിക്കലും നിഗളിച്ചു പോകാതിരിപ്പാൻ ഈ അവസ്ഥ എന്നിലുണ്ട്. പക്ഷേ അതിലെന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കൃപയും അധികമായിട്ടുണ്ട് എന്ന് ഇവിടെ പൗലോസ് പറയുക. ജോൺ കാൽവിൻ ഈ വേദഭാഗത്തെക്കുറിച്ച് മനോഹരമായൊരു വിവരണം പറയുന്നുണ്ട്. ഉയർന്ന പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ വരേണ്ടതായിരിക്കുമ്പോൾ താഴ്വരകൾ മഴയാൽ നനയ്ക്കപ്പെടുന്നു. ദൈവകൃപയുടെ മഴ ലഭിക്കണമെങ്കിൽ മനുഷ്യനൊരു താഴ്വരയായി മാറണം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ഉയർന്നാലും ചിലപ്പോൾ വെയിലേറ്റ് നമ്മൾ വരണ്ടതായി പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് താഴ്വരകൾ ആണ് ഏറ്റവും അധികം മഴ ലഭിച്ച് അത് ഫലഭൂഷത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ നിഗളമോ അഹങ്കാരമോ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മതിമറന്നു പോകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിന് ഭൂഷണമല്ല. എത്രത്തോളം താഴ്മയിൽ ജീവിക്കാൻ കഴിയുമോ, താഴ്മയിൽ നിലനിൽക്കുവാൻ കഴിയുമോ, നമുക്ക് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുതന്നെ. അതുകൊണ്ട് നമ്മുടെ ഏത് വേദനയുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവോടെ നിൽക്കുമ്പോഴാണ് പൗലോസിനെ പോലെ നമുക്കും നിലനിൽക്കുവാനായിട്ട് സാധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്തെ നമ്മളെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ചില അസുഖങ്ങളും ചില ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് ദൈവത്തിന് നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് നിഗളിച്ചു പോകാതിരിക്കാനും നമ്മൾ എത്രയോ സാധാരണമായ മനുഷ്യരാണെന്നുള്ള തിരിച്ചറിയുവാനായിട്ടുള്ള ഒരവസരമായിട്ട് അതിനെ വിനിയോഗിക്കുമ്പോഴാണ് നമ്മളൊക്കെ നല്ല മനുഷ്യരായി മാറുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ജീവിക്കുവാൻ നമുക്കും സാധ്യമാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളും പല സന്ദർഭങ്ങളും നിഗളിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യങ്ങളിൽ, ഭൗതിക സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിലൊക്കെയും മതിമറന്നു പോയിട്ടുണ്ട്. കർത്താവേ, എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക്
ഞങ്ങളുടെ ശാരീരികമായ അവസ്ഥകളൊക്കെ ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാനും ഒന്ന് പുതുക്കുവാനും ഒക്കെയുള്ള അവസരമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ കൃപയാൽ ഞങ്ങൾ ധന്യരാക്കപ്പെടുവാനും അവിടെ സഹായിക്കണമേ. ഞങ്ങളും പറയുവാൻ ഞങ്ങളുടെ അധരങ്ങൾ തുറക്കണം, നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ ഇരുപ്പാൻ ഞങ്ങൾക്ക് നിൻ്റെ കൃപ ആവശ്യമാണ്. ഈ നോമ്പുകാല ദൈവകൃപ തിരയുന്ന മനുഷ്യരായി മാറുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ശ്രദ്ധയും വെച്ച് കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.